1993 അൽമദി കേറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. സർ നാട്ടിൽ എവിടെയായിരുന്നു? ഞാൻ എടപ്പാള്. ഈ കമ്മിങ് സൂണിൽ നമുക്കൊരു മന്തി ഷോപ്പാണ് നമ്മുടെ പ്ലാനിങ്. സോനാപൂർ തന്നെ മോയിസനായിട്ട്. ഇപ്പോൾ ഞങ്ങള് അടുത്ത 18-20 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്ത് നിജാസ് അവർ മുഖേനാണ് ഫാറൂഖ് സാറെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ഒരു പുതിയ ലൈസൻസ് കൊണ്ടുവരുന്നത്, അൽ തസ്നീം കാറ്ററിംഗ് ഒയാസിസ്. നമസ്കാരം. സബലമി യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് വിദേശ രാജ്യത്ത് ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും മികച്ച ജോലി അവസരങ്ങൾക്കായിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. പുറമേ നിന്ന് നോക്കുമ്പം വലിയ സുഖപ്രദമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും വേദനകളും ഏറെയാണ്. കഠിനമായിട്ടുള്ള സമയങ്ങൾ, മാനസിക സമ്മർദ്ദം, ഇവയൊക്കെയാണ് അവരനുഭവിക്കുന്നത്. പക്ഷേ സ്വന്തം ഭാവിക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി അവർ അധ്വാനിക്കുന്നു. അങ്ങനെ വിജയം കൈവരിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഏതാണ്ട് 1993 അൽമദി കേറ്ററിംഗ് സർവീസസ് ആരംഭിച്ചു. ഫസ്റ്റ് റെസ്റ്റോറൻ്റ് ആയിരുന്നു, അതിനുശേഷം കേറ്ററിങ്ങിലോട്ട് വന്നു. ഇപ്പോൾ ദാ RM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അണ്ടറിൽ ഏതാണ്ട് 15ഓളം ഷോപ്സുകൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അൽമദി കേറ്ററിംഗ് സർവീസസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഉമർ ഫറൂഖ് സാറും CEO ആയിട്ടുള്ള ഫൈസൽ സാറുമാണ്. രണ്ടുപേരെ ഞാൻ ഈ ഒരു ഷോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. 1993 അൽമദി കേറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. സർ നാട്ടിൽ എവിടെയായിരുന്നു? ഞാൻ എടപ്പാള്. ഉള്ളിൽ കുറച്ച് പോകണം, കാഞ്ഞിരത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് ഇപ്പൊ 40 വർഷമായി. 40 വർഷമായി. സർ ആദ്യം ഇവിടെ വന്നപ്പം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ജോലിയായിരുന്നു. അന്ന് ഉപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പൊക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നടത്തിക്കൊണ്ടുപോയി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അന്ന് അബുദാബിയിലാണ് വന്നത് ആദ്യം. പിന്നെ ദുബൈയിൽ വന്നിട്ട് പിന്നെ മാമൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. മാമൻ്റെ സ്വന്തമായിട്ട് കാറ്ററിങ്ങും റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി നടത്തി കയറിലായിരുന്നു. അത് നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ മാമൻ തന്നെ അൽക്കുസിൽ ഒരു കാറ്ററിങ് എനിക്ക് നടത്താൻ തന്നു. അത് നടത്താൻ തന്നു. പിന്നെ കുറച്ച് കാലമൊക്കെ നന്നായി ഉഷാറായിട്ട് നടത്തി, 1-2 കൊല്ലമൊക്കെ നടത്തി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ലൈസൻസ് എടുത്ത് അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഈ 1993 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം 40 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു ബിസിനസ്? എങ്ങനെയുണ്ടായിരുന്നു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് കുറയും, ചില സമയത്ത് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്, സുഖമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. സാറിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. മൂത്താള് ഞാനാണ്. ഉമ്മയും ഉപ്പ മരിച്ചു. ഉമ്മ ഉണ്ട്. അനിയന് കറാമിൽ ഗ്രോസറി ഉണ്ട്. വേറെ അനിയൻ സെക്രിയ എന്ന് പറഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് ആണ്. മക്കള് ഒരാളുണ്ട്, മകനുണ്ട് ഇവിടെ ബിസിനസ്സിൽ. പിന്നെ 3 പെൺകുട്ടികളാണ്. അതിൽ 2 കെട്ടിച്ച് നാട്ടിൽ തന്നെ, ഒരാളിവിടെ ഉണ്ട്. ആദ്യം റെസ്റ്റോറന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റെസ്റ്റോറന്റ്. അതിനുശേഷമാണ് കേറ്ററിംഗിലോട്ട് പോയത്. ഇപ്പൊ ഏകദേശം 15ഓളം ഷോപ്പ് ഉണ്ട്. ഓക്കെ. സാറ് എപ്പോഴായിരുന്നു ഈ ഒരു ഇതിലേക്ക് വന്നത്? ഞാൻ ആക്ച്വലി വന്നിട്ടുള്ള 2004 ദുബൈയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ 2008 ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അവിടുന്നാണ് ഞങ്ങൾ ഒരു അൽഷറാവി
കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു കാറ്ററിംഗ് ആരംഭിക്കുന്നത്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് നിജാസ്, അവർ മുഖേനാണ് ഫാറൂഖ് സാറെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ഒരു പുതിയ ലൈസൻസ് കൊണ്ടുവരുന്നത്, അൽ തസ്നീം കാറ്ററിംഗ് ഒയാസിസ്. അതിൽ നിന്നാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അവിടുന്ന് ഇതുവരെ ഞങ്ങൾ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ബിസിനസ്സിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്, ബോസ് പറഞ്ഞ മാതിരി താഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. നമ്മൾ ഏകദേശം 15 ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ കാറ്ററിങ്ങിൻ്റെ അണ്ടറിൽ കൂടി നമ്മൾ ജനറൽ ട്രേഡിംഗ് ഫീൽഡിലേക്ക് മാറി. ഏകദേശം 3 വർഷത്തോളമായി ഈ ജനറൽ ട്രേഡിംഗ് തുടങ്ങിയിട്ട്. അതിൽ മെയിനായിട്ട് നട്ട്സ്, ചോക്ലേറ്റ്, മസാല ഐറ്റംസ്, അതാണ് ഇപ്പോൾ നമ്മളെ മെയിൻ ആയിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു സെപ്പറേറ്റ് ഇതിനും കൂടി കൊണ്ടുവരികയാണ്, ഡിവിഷൻ. മൊബൈല് ആൻഡ് പെർഫ്യൂം, വാച്ച് എല്ലാം ഒരു ഡിവിഷൻ മാറാൻ പോവുകയാണ്. ഏകദേശം RN ഗ്രൂപ്പിന്റെ അണ്ടറിൽ കൂടി തന്നെയാണ് മാറുന്നത്. അത് ഞങ്ങൾ സെപ്പറേറ്റ് ഡിവിഷൻ ആക്കി മാറ്റുകയാണ്. ഇത് വേറെ, ഇത് ഹോൾസെയിൽ, റീറ്റെയിൽ, ചോക്ലേറ്റ്, ഇതെല്ലാം അങ്ങനെ ഹോൾസെയിലുണ്ട്, നമുക്ക് റീറ്റെയിലുണ്ട്. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് ഈ കമ്മിങ് സൂണിൽ നമുക്കൊരു മന്തി ഷോപ്പാണ് നമ്മളെ പ്ലാനിങ്. സോനാപൂർ തന്നെ മൊയ്സനറ്റൂരിൽ ഇൻഷാ അല്ലാഹ് എടുത്ത് പണികളൊക്കെ കഴിഞ്ഞു. അത് ഏകദേശം 1 മന്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യും. സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഉപ്പ, ഉമ്മ, 5 സിസ്റ്റർ, ഞാനൊരായിട്ട് ഒരു മകനുള്ളൂ. ഉപ്പ മരിച്ചിപ്പോൾ 5 വർഷമായി, കോവിഡ് സമയത്താണ് മരിച്ചത്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫ്, 4 മക്കള്, 3 പെണ്ണ്, 1 ആണ്, ലാസ്റ്റത്തെ 4ാമത്തേതാണ് ആൺകുട്ടിയാണ്. ഇവിടെ മൂത്ത മകള് +1 പഠിക്കുകയാണ്, NI മോഡൽ സ്കൂള്. സെക്കൻഡ് അവിടെ തന്നെയാണ്, 3rd, 3 കൂടി പഠിക്കുകയാണ്. 4ാമത്തെ ആള് ഒരു 3 വയസ്സായി. ശരിക്കും ഇപ്പം ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സിനെയൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? സമയത്ത് അജ്മാനിലെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, ലുബന എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പറഞ്ഞാൽ അതില് 5 പീസ് ടേബിൾ ആയിരുന്നു. നമ്മൾ മാക്സിമം കവർ ചെയ്ത് 2 ടേബിൾ ഇടാൻ പാടുള്ളൂ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട്. 3 ടേബിൾ റിമൂവ് ചെയ്തിട്ടും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും സക്സസ്ഫുൾ ആയിട്ട്. നമ്മൾ മറ്റുള്ള റെസ്റ്റോറന്റുകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഡിസ്റ്റൻസ് കീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിള് 2 ടേബിൾ ഉള്ളിടത്ത് ഒരു ടേബിൾ ഇടാൻ പാടുള്ളൂ. 10 ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് 5 പാടുണ്ടായിട്ടുള്ളൂ. കാരണം അത്രയും ഡിസ്റ്റൻസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, അത്രയും കോവിഡ് എന്ന ഇത് വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ നമുക്കാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറന്റ് ഫീൽഡ്. മറ്റുള്ളതിനുണ്ട് എങ്കിലും കൂടിയിട്ട് നമ്മളെ ഫീൽഡിനാണ് എഫക്റ്റ്. കാരണം കാറ്ററിംഗ് ആയിക്കോട്ടെ, റെസ്റ്റോറന്റ് ആയിക്കോട്ടെ, നമുക്കാണ് എഫക്റ്റ് വന്നിട്ടുള്ളത്. ശരിക്കും സർ, തുടക്ക സമയത്ത് ശരിക്കും ഈ റെസ്റ്റോറന്റ് കേറ്ററിംഗ് ആ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള ഒരു ഫീൽഡ്. അന്ന് സ്റ്റാർട്ടിങ്ങിൽ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അമ്മാമയും ഫുൾ സപ്പോർട്ട് ചെയ്തിരുന്നു. മൂപ്പര ലൈസൻസും മൂപ്പര എല്ലാ സൗകര്യങ്ങളും മൂപ്പര് ചെയ്തു തന്നിരുന്നു. എന്നിട്ട് ഒരു വാടക നിശ്ചയിച്ചിട്ട് ഞങ്ങൾക്ക് നിനക്ക് എത്ര കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഇത്ര പൈസ എന്നുള്ളൊരു കണ്ടീഷൻ. അഡീഷണൽ റെന്റ് ആണ് ഉപയോഗിക്കുക. ആക്ച്വലി മന്ത്ലി റെന്റ് അൽക്കൂസില തുടങ്ങിയ മേൽവാടക എന്നൊക്കെ പറയുമ്പോൾ അറിയാം എല്ലാവർക്കും. അത് റെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്തിരുന്നു. പിന്നെയാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള ലൈസൻസ് എടുത്തിട്ടുള്ളത്. ഈ അൽഷറാവി കമ്പനി വന്നതോടുകൂടി ഞങ്ങൾ സ്വന്തം ലൈസൻസ് എടുത്ത് അവർക്ക് നമ്മൾ ഫുഡ് മറ്റേ ഈ മെസ്സ് പ്രകാരം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഈവന്റ് പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ മാരേജ്, ഈ ബർത്ത്ഡേ പാർട്ടികൾ, അതേമാതിരി നമുക്ക് ബൾക്ക് ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതിന് അണ്ടർ കാറ്ററിംഗ് കൂടി പോകുന്നുണ്ട്. ഇപ്പം ഈ ഇതിന്റെ ശേഷം ഇപ്പം എക്സ്റ്റൻഡ് വാച്ചസ്, പെർഫ്യൂംസ്, അങ്ങനെ മൊബൈല്, വാച്ചും സ്പ്രേയും, അത് പുതിയൊരു ഡിവിഷനായിട്ട് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. 2 ഓൾറെഡി ഡിവിഷനാക്കി എടുത്തിട്ട് കൊണ്ടുള്ള പരിപാടിയാണ്, സ്വന്തം പ്രൊഡക്റ്റിലേക്ക് മാറ്റിയിട്ട്. ഇപ്പൊ നമുക്ക് ഇപ്പം നമ്മുടെ ചോക്ലേറ്റ്സിലോട്ടൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ഉണ്ടല്ലേ, കുനാഫ ചോക്ലേറ്റ്സ്, അങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രോസറീസിൽ. ശരിക്കും ഗ്രോസറീസിൽ തന്നെ എത്ര ബ്രാഞ്ചസ് വരുന്നുണ്ട്? 3 അല്ല, നമുക്കിപ്പോ ഏകദേശം 9-10 ബ്രാഞ്ചസ് തന്നെ നമ്മളെ ഈ ഗ്രോസറി ജനറൽ ട്രേഡിംഗ് ഒക്കെ ഉണ്ട്. 10 മോർ ഉണ്ട് ഓൾറെഡി. നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് ഇപ്പൊ പറഞ്ഞില്ല, RN ഗ്രൂപ്പിന്റെ കീഴിൽ ഈ ചോക്ലേറ്റ് നിങ്ങൾ കണ്ടിട്ടാ, അത് കുനാഫന്റെ ചോക്ലേറ്റ് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കുന്നത്. അതിന് ഇൻഷാല്ലാ അത് ഒരു 50 to 70% ഓൺ പ്രൊഡക്റ്റിലേക്ക് മാറാൻ പോകും. ഇപ്പൊ ഫ്യൂച്ചറിൽ ഇൻഷാല്ലാ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഗ്രോസറി ഫീൽഡ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം കറന്റ് ബിസിനസ് ഇപ്പൊ നല്ല കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്ട്. സാറിന്റെ ജീവിതത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരായിരുന്നു? സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അമ്മാവൻ തന്നെയാണ്. പിന്നെ ഒരു അനിയൻ ഉണ്ടായിരുന്നു, സെക്രിയ എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെയാണ് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ. നമ്മളൊക്കെ വീകുമ്പോൾ താങ്ങാനും സഹായിക്കാനും. അങ്ങനെ ഒരാളുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുള്ളൂ. അങ്ങനെ ആയിട്ട് പല ഇതിലും സക്സസ് ആയിട്ട് ഇങ്ങനെ പോയി. ഇപ്പോൾ ഒക്കെ ഉഷാറാണ്. ഇപ്പോൾ ആരും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്. കപ്പതെറ്റും കാര്യങ്ങളും ഷോപ്പുകളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. സാറിന്റെ ഫാമിലിയിലോട്ട് വരുമ്പോ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ട് ഇതേപോലെ മാമനാണ്. എന്നോട് കൊടുക്കുന്നത് 2004. ആ മാമൻ മരിച്ചു. പിന്നെ ഞാനൊരു അറബി വീട്ടിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഫീൽഡിലേക്ക് മാറുന്നത്. അപ്പൊ ഇപ്പൊ നോമ്പൊക്കെ ആണല്ലോ, അപ്പം നോമ്പിന്റെ ആ ഒരു വിശേഷങ്ങളെ സാറ് പങ്കുവെക്കും. നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നോമ്പിനായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ കുറേയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നോമ്പിനായിട്ട് സമയം ചെലവഴിക്കുകയാണ്. ഇബാദത്തും മറ്റും മറിച്ചൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായി. പിന്നെ നോമ്പിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് തന്നെ മുഖ്യ ബിസിനസ്സിന്. അതെന്ന് പറഞ്ഞാല് നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്നുണ്ട്. നോമ്പായപ്പോ റെസ്റ്റ്. എന്നാലും ഇപ്പോഴും ഞങ്ങള് അടുത്ത 18-20 മണിക്കൂർ പണിയെടുക്കുന്നുണ്ട് മെയിനായിട്ട്. അതെ അതെ, അത്രയും എഫേർട്ട് ഉണ്ട് ബിസിനസ്സിൽ. എത്ര എഫേർട്ട് കൊടുത്തിട്ടാണ് നമ്മള് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. നല്ല എഫേർട്ട് എടുത്തു ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് പോവുള്ളൂ. വയ്യാന്നുള്ളൊരു ഇത് നമ്മുടെ അജണ്ടയിലില്ല. അത് തീർത്തിട്ടേ പോവുള്ളൂ. 20 മണിക്കൂറാകുമ്പോഴുള്ള ഇനി 24 മണിക്കൂറായാലും നോ പ്രോബ്ലം. അങ്ങനത്തെ ഒരു ഇതിലാണ്. എന്തൊരു കാര്യം നാളെ എന്നുള്ളൊരു സംഭവം നമ്മുടെ അജണ്ടയിലില്ല. ഇന്ന് ചെയ്ത് തീർക്കേണ്ടത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. അത് നമ്മുടെ പണിക്കാരോടൊക്കെ ഞാനും അത് തന്നെ പറയുന്നത്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുക. എനിക്ക് വയ്യ നാളെ എന്നുള്ളൊരു വർത്താനം ആരും പറയാൻ പാടില്ല. ഇനി നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ ഉണ്ടോ ഇൻ ഫ്യൂച്ചർ? അടുത്തൊന്നും പ്ലാൻ ഇല്ല. എല്ലാം ഇവിടെ തന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രാജ്യം തന്ന സപ്പോർട്ടിനെ പറ്റിയിട്ട് എന്തായിരുന്നു സാർ? രാജ്യം നമുക്ക് ഇപ്പോഴും നല്ല സപ്പോർട്ട് തരുന്നു. നമുക്ക് തടസ്സങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും ധൈര്യത്തോടെ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫൈന് വന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ വിസന്റെ എന്തെങ്കിലും പ്രോബ്ലം വന്നോ ഒക്കെ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ. അതെ അതെ. അപ്പം എന്താ പറയാ, ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇത്രയും ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. മുന്നോട്ട് പോട്ടെ. പിന്നെ നമ്മളുടെ കാലം കഴിഞ്ഞാലും മക്കളാ അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ ഇവരൊക്കെ ഉണ്ടാവും, ഇവരെ മക്കളുണ്ടാവും, അവരൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഈ സ്ഥാപനം നമ്മൾ തുടങ്ങിയത് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. മകനുണ്ട്, മരുമകനുണ്ട് നമ്മുടെ കൂടെ. പിന്നെ പണിക്കാരൊക്കെ എല്ലാവരും നമ്മുടെ ബന്ധം സ്വന്തം പോലെ തന്നെയാണ്. ആരെയും നമ്മൾ വേറിട്ട് കാണുക അതൊന്നുമില്ല. എല്ലാവരും തോളത്ത് കൈ വെച്ച് സന്തോഷം സ്നേഹത്തിലാണ് ഇതുവരെ പോണത്. എന്നും അങ്ങനെ തന്നെ ആവട്ടെ. അതെ. അപ്പം ഇനി സാറിൻ്റെയും ഒക്കെ ഫ്യൂച്ചറിൽ ഇനിയിപ്പം ഈ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ടും ഒക്കെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഇത്രയും സമയം, ഈ ഒരു വിലപ്പെട്ട സമയമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അൽമദി കേറ്ററിംഗ് സർവീസസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഉമർ ഫറൂഖ് സാറും അതുപോലെ തന്നെ CEO ആയിട്ടുള്ള ഫൈസൽ സാറുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇത്രയും വർഷത്തെ അവരുടെ സക്സസ് സ്റ്റോറി കേട്ടു. ഇനി നന്നായിട്ട് തന്നെ ഫ്യൂച്ചറിലും അവരുടെ ബിസിനസ് ഗ്രോ ചെയ്ത് തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച്.